ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു നൈറ്റിയുടെ ഡിസൈനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നൈറ്റിയുടെ നെക്ക് ഇവിടെ മാർക്ക് ചെയ്യണ്. 7 ഇഞ്ച് ലെങ്ത്തും ഒരു 2.25 ഇഞ്ച് വിട്ടിലുമാണ് ഞാനിതിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പാണ് നൈറ്റിയുടെ നെക്കിന് ഞാനിവിടെ കൊടുക്കുന്നത്, ഒരു ആലിയ ഷേപ്പ്. അപ്പോൾ ആ ഷേപ്പ് ഇതേപോലെ നമ്മളൊന്ന് വരച്ചെടുക്കുക. ഇപ്പോൾ നൈറ്റിയുടെ ഫിനിഷിംഗ് ആയിട്ടുള്ള കഴുത്തിൻ്റെ അകലമാണ് കേട്ടോ ഇപ്പോൾ വരച്ചേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് മുകളിൽ നിന്ന് ഒരു 10.5 വരുന്ന രീതിയിൽ ലെങ്ത്ത് കിട്ടുന്ന രീതിയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഈ മാർക്കുമായിട്ട് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് യോജിപ്പിക്കണം. മുകളിൽ 2.5 നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ വീതി അല്പം വ്യത്യാസം വരും. അതുകൊണ്ട് ഞാനിവിടെ വീതി നോക്കണില്ല. ഇവിടെ ഈ കിട്ടുന്ന ഈ അളവിൽ നിന്ന് ഞാൻ ആ പോയിൻറ്റിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഒരു 10-10.5 ഇഞ്ച് ലെങ്ത് കിട്ടുന്ന രീതിയിൽ നമുക്കിത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ആ ഇതിലേക്ക് ഷേപ്പ് ചെയ്ത് വരക്കാം. അപ്പോൾ യോക്കിൻ്റെ ഒരു ലെങ്ത്ത് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ പീസ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്യാൻവാസിൽ വരച്ചെടുക്കാം കേട്ടോ. ക്യാൻവാസിൽ വരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ വരച്ചത് തന്നെ ഉപയോഗിച്ച് ഒട്ടിച്ച് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. ഞാനിതിപ്പോൾ പേപ്പറിലാണ് വരച്ചത്. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ വരച്ചേക്കണില്ലേ അതിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു ഷേപ്പ് വരും. മുകളിൽ നമ്മൾ 2.5 ഇഞ്ച് എടുത്തല്ലോ, അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 1.25 കിട്ടും. അത് 1.25 അവിടെ മാർക്ക് ചെയ്തിട്ട്, അതായത് ആ അളവിൻ്റെ സെൻറ്റർ. അപ്പോൾ ആ ഇതിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്ന് മുട്ടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഇവിടെ കിട്ടും. ഈ ഷേപ്പിലാണ് നമ്മൾ യോക്ക് സ്റ്റിച്ച് ചെയ്യണത്. എന്നിട്ട് നമ്മളിപ്പോൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ഈ പീസ് കട്ട് ചെയ്തെടുക്കാൻ. കാരണം ഈ പീസ് വെച്ച് തന്നെയായിരിക്കും നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ആ കഴുത്തിൻ്റെ ഭാഗത്തും ഈ ഭാഗത്തും നമ്മൾ തയ്യൽ തുമ്പിടണം. ബാക്കി വരുന്ന ഭാഗം നമ്മൾ വെട്ടി എടുത്തിട്ട് അതിൽ തയ്യൽ തുമ്പിട്ട് വേറെ പീസിൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അതാണ് നൈറ്റി പീസിൻ്റെ ആ കഴുത്തിൻ്റെ ആ ഭാഗം വെട്ടുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇൻറ്റു ഇട്ടേക്കണ ഭാഗം നമ്മൾ നൈറ്റിയുടെ ആ പീസ് നമുക്ക് വേണ്ട, അവിടെ വേറെ കളറാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ അവിടെ ഇൻറ്റു കൊടുത്തേക്കുന്നത്. ഉണ്ട്, ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇൻറ്റു ഇട്ട പീസിന് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കണം, മറ്റേ പീസിന് കറക്റ്റായിട്ട് തന്നെ എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ ക്യാൻവാസ് കട്ട് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ കിട്ടൂലേ, ഇത് വെച്ച് വേണം നൈറ്റി പീസുമേന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ കട്ട് ചെയ്തെടുക്കുന്ന പീസിൽ നിന്നാണ് നമുക്ക് ഈ ഷേപ്പ് വരുന്ന പീസ് വെട്ടിയെടുക്കേണ്ടത്. പിന്നെ ആ ഇൻറ്റു ഇട്ടേക്കണ പീസില്ലേ, അതാണ് നമ്മൾ ആ മെറൂൺ വെച്ച് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന് തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ക്യാൻവാസൊക്കെ വെച്ച് ഒട്ടിച്ച് ആ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു പീസ് വെച്ച് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഇങ്ങനത്തെ പീസാണ് കിട്ടിയേക്കണം. അപ്പോൾ അത് ഞാൻ ജോയിൻ്റ് ഇട്ട് എടുക്കുകയാണ്. ജോയിൻ്റ് ഇട്ട് എടുത്തിട്ട് ഇതേപോലെ നെക്ക് അടിച്ച് മറിച്ചെടുക്കും. അപ്പോൾ നെക്ക് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിഭാഗം മറിഞ്ഞിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ സൈഡിൽ ആ ഇൻറ്റിട്ടേക്കണ പീസ് മെറൂൺ പീസിൽ നമ്മൾ വെട്ടി ഇതേപോലെ അടിച്ച് മറിച്ചെടുക്കണം കേട്ടോ. അതും ഇതേപോലെ അടിച്ച് മറിച്ചെടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഈ പീസുമ്മ ഇതേപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് നമ്മൾ ഇതേപോലെ ചെറുതായിട്ടൊരു പൈപ്പിംഗ് ഇവിടെ കൊടുക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച് മറിച്ച് വെച്ച ആ മെറൂൺ പീസിൻ്റെ മുകളിൽ ഇത് വെച്ച് നമ്മൾ അടിക്കുകയാണ് ചെയ്യണത്. ഈ ഷേപ്പിൽ നമ്മൾ അടിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ ചുറ്റിനും പൈപ്പിങ് പോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു മെറൂൺ പീസ് വെച്ച് അടിക്കാനുണ്ടായി. ഞാനത് വിട്ടുപോയി. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് ഇട്ടേക്കണത്. അപ്പോൾ അതൊന്ന് ഈ സമയത്ത് വേണമെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്ത് ഞാനിവിടെ ഇതിൻ്റെ പൈപ്പിങ് ചെയ്തിട്ട് വരാം. അതിൻ്റെ പൈപ്പിങ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ആ മെറൂൺ പീസിൻ്റെ പൈപ്പിങ് കൊടുത്തത്. അത് നേരത്തെ നമുക്ക് ചുറ്റിനുള്ള പൈപ്പിങ് കൊടുക്കണേക്ക് മുമ്പേ കൊടുക്കുകയായിരുന്നെങ്കിൽ അതിൻ്റെ തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ പോയേനെ.
ഇതിപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് മടക്കി വെച്ചേക്കണം. എന്നിട്ട് ഇതേപോലെ നമ്മൾ നൈറ്റിമ പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. സിമ്പിൾ വർക്കാണ്, എന്നാൽ നല്ല ഭംഗിയുമുണ്ട് കാണാൻ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.